എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ഹോണസ്റ്റി പേസിലെ ആക്ടിവിറ്റി 8 കോൺവെർസേഷനുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. The guards took the farmer to the king. What would be the conversation between the king and the farmer? ഗാർഡ്സ് എന്ത് ചെയ്തു? ഗാർഡ്സ് ഫാർമറെ കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. വാട്ട് ഷുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഫാർമർ? കിങ്ങും ഫാർമറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. കിങ് ചോദിക്കുകയാണ്, ഹു ആർ യു? ആരാണ് നീ? അപ്പോൾ ഫാർമർ പറയാണ്, ഐ ആം എ പുവർ ഫാർമർ യുവർ മജസ്റ്റി. ഐ ആം എ പുവർ ഫാർമർ. ഞാനൊരു പാവം ഫാർമറാണ് മജസ്റ്റി. അപ്പോൾ കിങ്ങിന് എപ്പോഴും എന്താണ് അയാൾ ഓടിപ്പോകുന്നത് എന്നാണ് ഒരു ഡൗട്ട് വന്നത്. അപ്പോൾ കിങ് അവരോട് ചോദിക്കുകയാണ്, വൈ ഡിഡ് യു റൺ അവേ? എന്തുകൊണ്ടാണ് നീ ഓടിപ്പോയത്? അപ്പോൾ ഫാർമറുടെ കാര്യം പറഞ്ഞു. ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. ഐ വാസ് സോ അഫ്രൈഡ്. ഞാൻ വളരെ പേടിച്ചു പോയി. അതാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ഓടി കളഞ്ഞത്. അപ്പോൾ കിങ് ചോദിക്കുകയാണ്, വൈ ഡിഡ് യു കം ഹിയർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? ആ ഒരു പാലസിൻ്റെ അടുത്തേക്ക് വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു കാരണം ചോദിച്ചു, വൈ ഡിഡ് യു കം ഹിയർ? അപ്പോൾ ഫാർമർ മറുപടി പറയാണ്, ഐ കെയിം ഹിയർ ടു ടേക്ക് ബാക്ക് മൈ കോയിൻ യുവർ മജസ്റ്റി. ഞാൻ എന്താണ്, എൻ്റെ കോയിൻ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് രാജാവേ എന്നുള്ള കാര്യം പറയുകയാണ്. ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ള. ആ ഒരു കൊടുത്ത ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വന്നതോടുകൂടി തന്നെ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇതെന്ത് ചെയ്യുക? ഇത് അതേപോലെ കോപ്പി ചെയ്യാതെ കുട്ടികളോട് ചോദിച്ച് സ്വന്തമായി കുട്ടികളെ കൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതി കൃത്യമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ പാരൻസും ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.